ഹലോ ഗായ്സ്, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് യു കെയിൽ ഒരു പി ആർ ഒക്കെ ആയിട്ട് സെറ്റിൽ ആവുക എന്നുള്ളത്. അതായത് നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. എന്താണ് ഈ ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ്, അതുപോലെ തന്നെ ഇത് പാസ്സാവാൻ എത്ര മാർക്കാണ് വേണ്ടത്, വളരെ സിമ്പിളായിട്ട് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് പാസ്സായിരിക്കേണ്ട ഒരു എക്സാമാണ്. നമ്മൾ 18 വയസ്സ് തൊട്ട് 64 വയസ്സ് വരെയുള്ള എല്ലാവരും തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. യു കെയിലെ 30 സെൻറ്ററുകളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. മാത്രമല്ല 45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ 24 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബ്രിട്ടീഷ് ട്രഡീഷൻസും അതുപോലെ തന്നെ കസ്റ്റംസിനെയൊക്കെ കുറിച്ചിട്ടാണ്. ഇതിൽ വേണ്ട പാസ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് 75% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ 24 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 18 മാർക്കെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് £50. നിങ്ങളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഇമെയിലിൽ കിട്ടും. അതാണ് യൂണിക് റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പാസ്സാണെങ്കിൽ കിട്ടും. സോ ഈ ഒരു യൂണിക് റെഫറൻസ് നമ്പറാണ് നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ നൽകേണ്ടത്. ലൈഫ് ഇൻ ദ യു കെ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ബുക്സായിട്ടും അതുപോലെ തന്നെ നമുക്കല്ലാതെ യൂട്യൂബിലും എല്ലാം തന്നെ അവൈലബിൾ ആണ്. അന്നേരം ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ ആൻസർ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹൂ ബിൽഡ് ദ ടവർ ഓഫ് ലണ്ടൻ? ഇതുപോലുള്ള അതായത് ബ്രിട്ടീഷ് ട്രഡീഷൻസിനെയും കസ്റ്റംസിനെയും കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഉത്തരം അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.